വളരെ കാലം മുൻപ് ദ്വാരകയിലെ ഒരു ബ്രാഹ്മണ ദമ്പതികൾ തങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഉടൻ തന്നെ മരിച്ചുപോകുന്നതിൽ ദുഃഖിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു. ഓരോ തവണ കുഞ്ഞ് ജനിച്ച് അത് മരിച്ചു കഴിയുമ്പോഴും ബ്രാഹ്മണൻ മൃതദേഹവുമായി കൊട്ടാരത്തിലെത്തും. ഇതെല്ലാം സംഭവിക്കുന്നത് രാജാവിന്റെ കുഴപ്പമാണെന്നും ക്ഷത്രിയരുടെ ഉത്തരവാദിത്വമാണ് ബ്രാഹ്മണരുടെ സംരക്ഷണമെന്നും അയാൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ദിനം ശ്രീകൃഷ്ണന്റെ അരികിലിരുന്ന് ബ്രാഹ്മണ വിലാപം കേട്ട അർജുനൻ ബ്രാഹ്മണന് അടുത്തതായി ജനിക്കാൻ പോകുന്ന 10ാമത്തെ കുഞ്ഞിനെ തന്റെ ഗാണ്ഡീവത്താൽ സംരക്ഷിക്കുമെന്നും സാധിച്ചില്ലെങ്കിൽ അഗ്നിസ്നാനം ചെയ്യുമെന്നും വാഗ്ദാനം ചെയ്തു. 10ാമത്തെ കുഞ്ഞിന്റെ ജനനസമയത്ത് അർജുനൻ ബ്രാഹ്മണന്റെ വീടിനു ചുറ്റും അമ്പുകൾ കൊണ്ട് ഒരു കവചം തീർത്തു. എന്നാൽ വീണ്ടും ശിശു ജനിച്ച ഉടൻ തന്നെ മരണമടഞ്ഞു. ബ്രാഹ്മണൻ അർജുനനെ കടുത്ത ഭാഷയിൽ ശകാരിച്ചു. അസ്വസ്ഥനായ അർജുനൻ കുട്ടിയെ കണ്ടെത്താൻ പുറപ്പെട്ടു. യമലോകം, സ്വർഗലോകം, അഗ്നി, സോമൻ, വായു, വരുണൻ എന്നിവരുടെ ലോകങ്ങളിലൊന്നും കുഞ്ഞിനെ കണ്ടെത്താനാകാതെ അഗ്നിസ്നാനം ചെയ്യാൻ പുറപ്പെട്ട അർജുനനെ ശ്രീകൃഷ്ണൻ തടഞ്ഞു. ഭഗവാൻ തന്റെ തേരിൽ അർജുനനൊപ്പം വൈകുണ്ഠത്തിലെത്തി. അവിടെ അവർ അനന്തന്റെ മേൽ ശയിക്കുന്ന ഭഗവാൻ നാരായണനെ കണ്ടു. താനാണ് അർജുനനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാനായി കുട്ടികളെ തന്റെ പക്കൽ തടഞ്ഞുവെച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞു. ശേഷം നരനാരായണന്മാരുടെ അവതാരമാണ് കൃഷ്ണ അർജുനന്മാർ എന്ന് പറയുകയും അവരുടെ ദിവ്യലക്ഷ്യത്തെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാരായണൻ ബ്രാഹ്മണന്റെ 10 കുട്ടികളെയും കൃഷ്ണ അർജുനന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചു. ബ്രാഹ്മണൻ സന്തോഷിച്ചു. തന്റെ ശക്തി ഒരിക്കലും തന്റേതല്ല, മറിച്ച് ഭഗവാന്റെ കൃപയാണെന്ന് അർജുനൻ മനസ്സിലാക്കി.